അയ്യോ, എൻ്റെ കഥ കഴിഞ്ഞു. ഈ ബസ്സുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് കുറവാൻ തോന്നുന്നു. കാരണം ഇപ്പോൾ ബസ്സുകാർ എന്നെയും കൊണ്ടൊക്കെ പോയേനെ. ഹായ്, ഞാൻ രാഗി. ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ പഴയങ്ങാട് റോഡിലേക്ക് പോകുന്ന വഴി കാട്ടിലെ പള്ളിയുടെ തൊട്ടടുത്ത് വരുന്ന മേൽപ്പാലത്തിന് മുകളിലാണ്. ഇവിടെ കുഴി ഉണ്ടെന്ന് എന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതെവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് വളപട്ടണം പാലം, ആ വളപട്ടണം പാലം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തായിട്ട് ലെഫ്റ്റിലേക്ക് വരുന്ന റോഡാണ്. ആ ലെഫ്റ്റിലേക്ക് വരുന്ന റോഡിൽ നിന്നും കുറച്ച് ദൂരം നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടിലെപ്പള്ളി കാണാം. കാട്ടിലെപ്പള്ളീൻ്റെ അടുത്ത് നേരെ പോകുന്ന റോഡാണ് ഈ ഒരു മേൽപ്പാലം റോഡ്. എപ്പോഴും ഈ കുഴിയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുമ്പൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിപ്പോൾ അടുത്ത 2 ദിവസം മുന്നാണ് എന്നോട് ഒരു സുഹൃത്ത് അറിയിച്ചത് ഈ പാലത്തിന് മുകളിൽ ഒരുപാട് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുന്ന സമയത്ത് സംഭവം സത്യം തന്നെയാണ് കേട്ടോ. മിക്കവാറും മാവേലി ഓണത്തിന് ഇവിടെ എത്താനാണ് സാധ്യത. കാരണം അതിന് മാത്രം വലിയ കുഴികളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കുഴി എന്ന് വെച്ചാൽ വളരെ അപകടമുള്ള കുഴി തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്തെന്ന് വെച്ചാൽ 1-2 കുഴിയൊന്നല്ല അവിടെ ഉണ്ടായത്. ഒരുപാട് ഹെവി വാഹനങ്ങളടക്കം പോകുന്ന സ്ഥലമല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ വാഹനങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ കുലുങ്ങുന്ന ഒരു ഫീലിംഗ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായത്. പിന്നെ ഒന്നാമത് അവിടെ നിൽക്കാൻ അത്രയും സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ ആ ഒരു പാലത്തോട് പറ്റി നടന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ പോയത്. ഇപ്പോൾ കണ്ട കുഴിയെന്ന് വെച്ചാൽ ചെറിയ കുഴിയൊന്നുമല്ല, ഒരുപാട് കുഴികളുണ്ട്. അതിൽ വലിയ കുഴികളുമുണ്ട്. പാലത്തിന് മുകളിലെ റോഡ് പൊട്ടി കമ്പികൾ പുറത്തേക്ക് കാണുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നടപടിയെടുക്കുന്നതിന് പകരം അതിനു മുന്നേ തന്നെ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇതിൽ ഇടപെടണം. ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ മറ്റൊരാളുടെ ജീവന് ഭീഷണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക തന്നെ വേണം. പാലത്തിന് മുകളിലെ ഈ അവസ്ഥ ആരെയും ഭയപ്പെടുത്തും. ജനങ്ങളുടെ ജീവൻ വെച്ച് പരീക്ഷണം നടത്തരുത്. ഈ പാലം ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിരമായി അറ്റകുറ്റപ്പണി നടത്തുക തന്നെ വേണം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ഇതൊരു പരാതി മാത്രമല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ്. വികസനം പറയുന്നത് മാത്രം പോരാ, ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം. ഈ അപകടാവസ്ഥ എത്രയും വേഗം പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരുപാട് പേരുടെ പ്രതിനിധി മാത്രമാണ്. ഇനി വൈകാതെ ഇതിന് നടപടി ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.